ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ട് ജെയ്സിലെ ഹയർ ഓർഡർ കോമ്പോണൻസിനെ കുറിച്ചാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റുമാണ് റിയാക്ടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം നമുക്ക് ആദ്യം ഹയർ ഓർഡർ കോമ്പോണൻസ് എന്താന്ന് നോക്കാം. നിങ്ങൾ ഈ കോഡ് റീയൂസബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ജാവയോ അല്ലെങ്കിൽ PHP പൈത്തോണൊക്കെ യൂസ് ചെയ്യുന്നവർ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ഇത്? അതായത് ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ ഇനി ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്താ ചെയ്യുക? ടു അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇത് ഒരു പേജിൽ നമുക്ക് ആവശ്യം വന്നു, നമ്മളിത് ചെയ്തു. വേറൊരു പേജിൽ ആവശ്യം വന്നു, എഗെയിൻ ഇത് ചെയ്തു. അപ്പൊ ഇതൊരു കോഡ് റിപ്പീറ്റേഷൻ ആവുന്നില്ലേ? ഇതുപോലുള്ള കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് HOC, ഹയർ ഓർഡർ കോമ്പോണൻസ്. അതായത് ഹയർ ഓർഡർ കോമ്പോണൻസ് യൂസ് ചെയ്തിട്ട് കോഡ് റീയൂസബിലിറ്റി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ടെസ്റ്റേഴ്സിന് ടെസ്റ്റ് ചെയ്യാനും ഡെവലപ്പേഴ്സിന് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇത് ഈസി ആയിരിക്കും. കോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിരിക്കും. കാരണം ഓരോ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് അത് നമ്മൾ റീയൂസ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. ഓർഡർ കോമ്പോണൻസിൽ എങ്ങനെയാണ് കോഡ് റീയൂസബിലിറ്റി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഓർഡർ കോമ്പോണൻസിലേക്ക് ഒരു കോമ്പോണന്റ് പാസ് ചെയ്യും. എന്നിട്ട് അതിനെ എൻഹാൻസ് ചെയ്തിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പുതിയ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്തിട്ടോ പുതിയ ഫങ്ഷണാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടോ അങ്ങനെയാണെങ്കിലും പുതിയൊരു കോമ്പോണന്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമ്പോണന്റ് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കും, എന്നിട്ട് ഒരു ന്യൂ കോമ്പോണന്റ് റിട്ടേൺ ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ടും ഇനി ഇതിന്റെ ഏരിയ എന്താണെന്ന് വെച്ചാൽ ക്രോസ് കട്ടിംഗ് സിനാരിയോ കൺസേൺസ് ഒക്കെ ഇല്ലേ? നമ്മുടെ ഒതന്റിക്കേഷൻ, ലോഗിങ്, ഡാറ്റ ഫിച്ചിങ്, സ്റ്റേറ്റ് മാനേജ്മെന്റ്, ഇവിടെയൊക്കെ നമുക്കിത് റിയൂസ് ചെയ്യാം. കോഡ് റിയൂസബിലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതും കോഡ് ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഹയർ ഓർഡർ കോമ്പോണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വലിച്ചു നീട്ടാതെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു app.jsൽ ഒരു ടെക്സ്റ്റ് കോമ്പോണന്റിനെ പാസ് ചെയ്തിട്ട് ടെക്സ്റ്റ് കോമ്പോണന്റിനെ കോൾ ചെയ്തിട്ടുണ്ട്. ആട്രിബ്യൂട്ട് ആയിട്ട് ഒരു ടെക്സ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെക്സ്റ്റ് ആയിട്ട് ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് കോമ്പോണന്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു നോർമൽ ഫങ്ഷണൽ കോമ്പോണന്റ് ആണ്. ഈ ഫങ്ഷണൽ പ്രോപ്പർട്ടീസിനെ റിസീവ് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ഒരു ഡിവിഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത്രയും അത് ചെയ്യുന്നുള്ളൂ. അതായത് ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യും. അത് നമ്മളിവിടെ ബ്രൗസറിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹലോ വേൾഡ് എന്ന് കാണാൻ പറ്റും. ഇതിപ്പം ഞാൻ ആ പാസ് ചെയ്ത അതേ ഫോർമാറ്റിലല്ലേ ഈ ഹയർ ഓർഡർ ഈ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സിൽ. ഇനി എൻ്റെ അടുത്ത റിക്വയർമെന്റ് പാരന്റിൽ നിന്ന് പാസ് ചെയ്യുന്ന ടെക്സ്റ്റ് അത് ഏത് ചൈൽഡ് കോമ്പോണന്റിൽ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് എൻഹാൻസ് ചെയ്ത് റിയൽ ടൈം സിനാരിയോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിൽ പാസ് ചെയ്യണം. സാധാരണ നമ്മൾ എന്താ ചെയ്യാതെ ഈ പ്രോപ്പർട്ടീസ് ടെക്സ്റ്റ് കോമ്പോണൻസിൽ വന്ന് ഇവിടെ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ 2 അപ്പർ കേസ് യൂസ് ചെയ്തിട്ട് ഇതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. പക്ഷേ എല്ലാ ടെക്സ്റ്റും കയറി ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എല്ലാ പേജിലും ഈ കോഡ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണോ? അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെപ്പറേറ്റ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. ആ കോമ്പോണന്റ് ഈ ടെക്സ്റ്റിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഞാനൊരു വിത്ത് അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹയർ ഓർഡർ കോമ്പോണൻസിന്റെ കേസ് പറഞ്ഞ പോലെ ഒരു കോമ്പോണന്റിനെ ആർഗ്യുമെന്റ് ആയിട്ട് പാരാമീറ്റർ ആയിട്ട് റിസീവ് ചെയ്യും. എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുവോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫങ്ഷണാലിറ്റീസിൽ ചേഞ്ച് ചെയ്യുവോ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഞാൻ ഇതിന്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പുതിയ കോമ്പോണന്റ് ആയിട്ട് ഈ പാസ് ചെയ്തു വന്ന ആർഗ്യുമെന്റ് പാസ് ചെയ്യും വിത്ത് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോപ്പർട്ടി മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പ്രെഡ് ഓപ്പറേറ്റർ ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റിന്റെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ സ്ട്രിംഗ് ഓപ്പറേഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഇതൊരു സ്പ്രെഡ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഒരു ഓപ്പറേറ്റർ മിസ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഒരു പുതിയൊരു പാരാമീറ്ററിലേക്ക് എന്നിട്ട് ഇത് ഈ ഒബ്ജക്റ്റ് അസൈൻ ചെയ്തു. എന്നിട്ട് അത് ഈ കോമ്പോണന്റിന്റെ കൂടെ പാസ് ചെയ്തു.
മനസ്സിലായോ? അപ്പൊ ഞാനൊരു സെപ്പറേറ്റ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആർഗ്യുമെന്റ് ഒരു കോമ്പോണന്റ് തന്നെയാണ്. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്നത് ഈ വന്നിരിക്കുന്ന കോമ്പോണന്റിനെ പുതിയൊരു കോമ്പോണന്റ് ആയിട്ട്, അതായത് അതിന്റെ ഫംഗ്ഷനാലിറ്റി, അതിന്റെ ഒരു പ്രോപ്പർട്ടീനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു മോഡിഫിക്കേഷൻ പ്രോപ്സിന്റെ കൂടെ ഈ ഒരു പുതിയ കോമ്പോണന്റ് ആയിട്ട് ഈ വന്നിരിക്കുന്ന കോമ്പോണന്റിനെ റിട്ടേൺ ചെയ്തു. ഇനി ഇത് എങ്ങനെയാണ് റീയൂസ് ചെയ്യുന്നത്? എഗെയിൻ ഞാൻ app.jsലേക്ക് വരുവാണ്. app.jsൽ വന്നിട്ട് ഞാൻ ആദ്യം വിത്ത് അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുതിയ കോമ്പോണന്റിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അതിനെ നമ്മുടെ ടെക്സ്റ്റ് കോമ്പോണന്റിനെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് ആ ടെക്സ്റ്റ് കോമ്പോണന്റിനെ അതിന്റെ റിസൾട്ട് ഒരു എൻഹാൻസ്ഡ് കോമ്പോണന്റിലേക്ക് എടുത്തു വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഹയർ ഓർഡർ കോമ്പോണന്റിൽ ഒരു കോമ്പോണന്റ് പാസ് ചെയ്ത് പ്രോപ്പർട്ടീസും ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ചേഞ്ച് ചെയ്ത് പുതിയൊരു കോമ്പോണന്റ് ആയിട്ട് അത് റിട്ടേൺ ചെയ്യുന്നു. അത് നമ്മുടെ വിത്ത് അപ്പർ കേസും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. ഫംഗ്ഷനാലിറ്റീസ് ചേഞ്ച് ചെയ്ത് പുതിയൊരു കോമ്പോണന്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ app.jsൽ കോൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ടെക്സ്റ്റ് കോമ്പോണന്റിന് പകരം എൻഹാൻസ്ഡ് കോമ്പോണന്റ് ആയിരിക്കും എന്റെ app.js റെൻഡർ ചെയ്യുന്നത്. ദാ നമ്മുടെ സ്മോൾ ലെറ്റർ ഹലോ വേൾഡിന്റെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഹലോ വേൾഡ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ എന്തിനാണ് ഹയർ ഓർഡർ കോമ്പോണൻസ് യൂസ് ചെയ്യുന്നതെന്ന്? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ചെറിയൊരു 2 അപ്പർ കേസിന് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും കോഡ് എഴുതിയതെന്ന്. പക്ഷെ ഒരു റിയൽ ടൈം സിനാരിയോയിലേക്ക് വരുമ്പം അവിടെ ഇപ്പൊ നമുക്കൊരു റിയൽ ടൈം പ്രൊജക്റ്റിൽ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവില്ലേ? അത് ഒരുപാട് പേജസിൽ യൂസ് ചെയ്യേണ്ടി വരും. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഒരു ക്വറി ഫെച്ച് ചെയ്യണം. അപ്പൊ എല്ലാ പ്രാവശ്യവും ഈ ക്വറി ഫെച്ച് ചെയ്ത കോഡ് എഴുതാതെ, ക്വറി എക്സിക്യൂഷൻ കോഡ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് എഴുതാതെ ഒരു സ്ഥലത്ത് എഴുതിയിട്ട് ഇത് നമ്മൾ മൾട്ടിപ്പിൾ പേജസിൽ നിന്ന് കോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ അപ്പോൾ റിയൽ ടൈം സിനാരിയോയിൽ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഇനി റിയൽ ടൈം സിനാരിയോയിൽ HOC എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.